സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന എഐടിയുസിയുടെ മാർച്ചിൽ റോഡ് തടഞ്ഞതിൽ പ്രവർത്തകർക്കെതിരെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രവർത്തകരെ പരസ്യമായി ശകാരിച്ച ബിനോയ് വിശ്വം മാർച്ചിനായി സ്ഥാപിച്ച വേദി പൊളിച്ചുമാറ്റാനും ആവശ്യപ്പെട്ടു. ആ ദൃശ്യങ്ങൾ കാണാം. സെക്രട്ടേറിയറ്റ് മുന്നിലേക്കാണ് ഇന്ന് എഐടിയുസിന്റെ വലിയ സമരം നടന്നത്. അതിനിടയിലാണ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ബി അരുൺ ചേരുകയാണ്. അരുൺ, റോഡിലാണോ ഇങ്ങനെ വേദി ഉയർന്നത്? അതാണോ ഇപ്പോൾ ബിനോയ് വിശ്വം പ്രകോപിതനാകാൻ കാരണം? മനുഷ്യ സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തുള്ള ഗേറ്റിന് മുന്നിൽ, അതായത് രണ്ടാമത്തെ ഗേറ്റിൽ, പങ്കജ് ഗേറ്റിന് സമീപത്താണ് ഒരു താൽക്കാലിക സ്റ്റേജ്, ചെറിയൊരു പ്ലാറ്റ്ഫോം, ഒരാൾക്ക് പ്രസംഗിക്കാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് സമരത്തിന്റെ ഭാഗമായി എഐടിയുസി നിർമ്മിച്ചത്. പക്ഷേ ബിനോയ് വിശ്വം അത് അംഗീകരിച്ചില്ല. കോടതി ഇത്രയധികം വിമർശനം, ജോയിന്റ് കൗൺസിലിന്റെ കഴിഞ്ഞ സമരത്തിൽ ഏതാണ്ട് സമാനമായ സ്ഥലത്താണ് സ്റ്റേജ് നിർമ്മിക്കുക, അത് കേസാവുകയും കോടതി അവരെ ബിനോയ് വിശ്വം ഉൾപ്പെടെ വിളിപ്പിക്കുകയും ചെയ്തത്. അതിനിടയിലാണ് ഇന്ന് എഐടിയുസി വലിയൊരു സമരത്തിന്റെ ഭാഗമായി ഒരു സ്റ്റേജ് നിർമ്മിച്ചത്. ഒരു പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള, നേരത്തെ ഉള്ളതുപോലെ വലിയ സ്റ്റേജ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ അതും അംഗീകരിക്കാനാണ് കടുത്ത നിലപാടാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത്. സംസ്ഥാന സെക്രട്ടറി പ്രവർത്തകരെ ശകാരിച്ചു. തുടർന്ന് പ്രവർത്തകർ സ്റ്റേജ് പൊളിച്ചു മാറ്റി 25,000 കസേരകൾ സമരത്തിന്റെ ഭാഗമായി റോഡിൽ ഇടാൻ തീരുമാനിച്ചത്. പക്ഷെ അത് ഒഴിവാക്കി ഏതായാലും 50-60 കസേര മാത്രമിട്ടാണ് സമരം നടത്തിയത്. കടുത്ത നിലപാട്, ശക്തമായ നിലപാട് ബിനോയ് സ്വീകരിച്ചെ തുടർന്നാണ് എഐടിയുസി അങ്ങനെ സ്റ്റേജ് കെട്ടി വലിയ രീതിയിൽ റോഡ് തടഞ്ഞുകൊണ്ട് സമരത്തിന് പിന്മാറുന്നെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരുന്നു. സെക്രട്ടറി MG റോഡിന്റെ ഒരു വശത്തുകൂടി മാത്രമായിരുന്നു ഗതാഗതം സാധ്യമായിരുന്നു. വലിയൊരു സമരമായിരുന്നു. 1 ലക്ഷത്തോളം പേർ പങ്കെടുക്കുമെന്ന് എഐടിയുസി അറിയിച്ച സമരം, 100 കണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു. അതിന്റെ ഭാഗമായുള്ള ഗതാഗത കുരുക്ക് സ്റ്റാച്യുവിൽ മണിക്കൂറുകളോളം ഉണ്ടായി. ശരി, ബി അരുണാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഒരു പരാമർശവും വന്നിട്ടുണ്ട്. റോഡ് അടച്ച് ഗതാഗത തടസ്സമുണ്ടാക്കുന്ന സംഭവങ്ങളിൽ നടപടിയെടുക്കാൻ സ്ഥിരമായ സംവിധാനം വേണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. ഓരോ പരിപാടിക്കും ശേഷം കോടതി അലക്ഷ്യ നടപടിയെടുക്കാനാവില്ല. കോടതി അലക്ഷ്യ നടപടിയല്ല പ്രതിവിധിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയുണ്ടായി. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണിത്. സർക്കാർ ഇക്കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്.